ഹലോ ഗായ്സ്, ഇന്ന് കുറച്ച് തേൻ നെല്ലിക്ക ഉണ്ടാക്കിയാലോ. ഞാൻ നെല്ലിക്ക നന്നായിട്ട് കഴുകി തുടച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായി നുറുക്കി ആവി കയറ്റി എടുക്കണേ. ഒരു 5 മിനിറ്റോളം ആവി കയറ്റി എടുക്കണം. ഇനി നമ്മളൊരു പാൻ അല്ലെങ്കിൽ പാത്രം അടുപ്പത്ത് വെച്ച് അതിൻ്റെ അകത്തേക്ക് പനങ്കൽക്കണ്ടം, ഇവിടെ ഞാൻ പനങ്കൽക്കട്ടാട്ടോ യൂസ് ചെയ്യുന്നത്, അതിട്ട് അതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഉരുക്കിയെടുക്കണം. നിങ്ങൾക്ക് പനങ്കൽക്കണ്ട ഇല്ലെങ്കിൽ ശർക്കര യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ 5 മിനിറ്റോളം വെന്ത് വന്നിട്ടുള്ള ഈ നെല്ലിക്ക ഈ മിക്സിലേക്ക് നമ്മൾ ഇനി ഇട്ട് കൊടുക്കണം. ഇനി ഒരു 10-20 മിനിറ്റോളം ഇതിൽ കിടന്ന് ഇത് വറ്റി വരണ്ട് വരണം കേട്ടോ. മീൻ വായിൽ ഒരു പാൻ എടുത്ത് കുറച്ച് പട്ട, ഗ്രാമ്പു എന്നിവ ചൂടാക്കി പൊടിച്ച് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്ത് കൊടുക്കണം. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇത് ഈ ഒരു പരിവാകുമ്പോൾ നമ്മൾ ഓഫ് ചെയ്യണം. ഇതിൻ്റെ അകത്ത് തന്നെ കിടന്ന്, അതായത് ഓഫ് ചെയ്ത് മൂടി വെച്ചിട്ട് പിറ്റേന്ന് രാവിലെ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. രാവിലെ ആയാൽ ഒരു ബോട്ടിലിൻ്റെ അകത്ത് അല്ലെങ്കിൽ ഭരണിയിൽ തേൻ ഒഴിച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഇത് ആഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഒരു പെട്ടെന്ന് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഒരു 3 മാസത്തോളം വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആവും കേട്ടോ.